നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നാരായണീയം പകർത്തി എഴുതാൻ തുടങ്ങിയിട്ട് 8ാമത്തെ ദിവസമാണ് കേട്ടോ. 8ാമത്തെ ദശകമാണ് നമ്മൾ എഴുതാനായിട്ട് പോണത്. ഈ ദശകത്തിൽ പറയുന്നത് നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്നു ബ്രഹ്മാവിൻ്റെ ആവിർഭാവവുമാണ്. അപ്പോൾ ഇതിലെ പ്രളയങ്ങളെ കുറിച്ചാണ് പറയണത്. നൈമിത്തിക പ്രളയം, രാമപ്രളയം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രളയങ്ങളും ഉണ്ടാകുന്നത് അതിലൂടെ തന്നെ അത് ഓരോന്ന് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് അടുത്തത് ഉണ്ടാകണം, അങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് അത് അവസാനിക്കുക. നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണെന്നാണ് പറയണത്. ഇപ്പോൾ ഒരു വിളക്ക് കൊളുത്തുകയെന്ന് വിചാരിക്കുക. എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സമയത്ത് ഈ എണ്ണ കഴിഞ്ഞു പോകുന്നുണ്ട്, എണ്ണ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു വേഗതയിൽ നമുക്കത് മനസ്സിലാകുന്നില്ല. അത് എണ്ണ കഴിഞ്ഞാലേ ഇത് കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മളാരും അറിയണില്ല. അങ്ങനെ ഓരോ പ്രളയങ്ങളെ കുറിച്ചാണ് പറയണത്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ 71 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 പകലും 2 രാത്രിയും ചേർന്നാണ് ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ചെയ്യണത്. അപ്പോഴേക്കും അടുത്തത് വരും. അപ്പോഴേക്കും ഓരോരുത്തരുടെയും പേരൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഹിരണ്യഗർഭൻ എന്നാണ് ഇവിടുത്തെ ബ്രഹ്മാവിൻ്റെ പേര്. പിന്നെ ബ്രഹ്മാവിൻ്റെ അടുത്തേൽ ബ്രഹ്മാവിൻ്റെ പേര് മാറും, ഇന്ദ്രൻ്റെ പേര് മാറും, സപ്തർഷികളുടെ, അങ്ങനെ എല്ലാവരുടെയും പേരൊക്കെ മാറും. ഇത് വളരെ വിസ്തരിച്ച് പറയാനുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. ഇനി ഗുരുവായൂരപ്പൻ തന്നെ അനുവദിക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് ഒരിക്കൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഇതിൽ പറയണത്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മകൽപ്പത്തിലാണ്. അപ്പോൾ ഇതും അവസാനിക്കുന്ന സമയത്ത് ഭഗവാനിലേക്കാണ് ലയിക്കുക. പക്ഷെ ധ്യാനിക്കണം, ഭഗവാനെ നമ്മൾ സ്മരിക്കണം, എന്നാൽ മാത്രമേ ഭഗവാനിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനിലേക്ക് എത്തും. പിന്നെയും തിരിച്ച് ജനിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതും സാധിക്കും, മഹാന്മാരായിട്ട് ജനിക്കുന്നൊക്കെയാണ് പറയുക. അപ്പം അങ്ങനെ ഈ ആത്മകൽപ്പത്തിലെ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച ഭഗവാനെ ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറ്റി തരണേന്നാണ് ഭട്ടേരിപ്പാട് പറയണത്. ഈ ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. നമ്മൾ പലതവണ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുക്ത പിതപത്മയോനി അനന്തഭൂമാ മമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ആ ഒരു ശ്ലോകം വരുന്നത് ഈ ദശകത്തിലാണ്. അപ്പം നമുക്ക് 8ാമത്തെ ദശകം എഴുതാനായിട്ട് തുടങ്ങാം കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 8 പ്രളയവും സൃഷ്ടിയും. ഏവം താവൽ പ്രാകൃത പ്രേക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സുസൃഷ്ടേർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാൽ. പ്രാഗ്ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്ഥിതദാഭി സൃഷ്ടി. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ. തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്ധിലാസാൻ. ദിനാവസാനേ ദസരോജയോനി
സുഷുപ്തികാമാ ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയു തഭേദമേകാർണവമാസ വിശ്വം തവൈവ വേഷേ ബണിരാജിശേഷേ ജലൈകശേഷേ ഭുവനെ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാമ്നാ ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജന്ത സ്ഥിതേഷു വിശ്വേഷു ദദാത ദൃഷ്ടിം തതസ്ത്വദീയാദയിനാഭിരേന്ദ്രാ ദുദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം തദേദംബോരുഹ കുട്മളം തേ കളേബരാൽ തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർദ്വാന്തമലം ന്യകൃന്ദൽ സംബുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്ധീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാദാലയവാസ വിഷ്ണോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.